ഇതാ ഈ മരം കാണാൻ എന്ത് ഭംഗിയാണല്ലേ. ഈ മരവും മരത്തിൽ നിൽക്കുന്ന വേഴാമ്പലും എല്ലാം കാണുവാൻ എന്ത് ഭംഗിയാണല്ലേ. ഇത് ഒറിജിനലല്ല, ഇത് ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ്. ഈ മരവും അതിൻ്റെ ഇലകളും ഈ മരത്തിലിരിക്കുന്ന വേഴാമ്പലും അതുപോലെ ഇവിടെ ഒരു തവളക്കുട്ടൻ ഇരിപ്പുണ്ട്. അതും ഡ്യൂപ്ലിക്കേറ്റ് തന്നെ. ഡ്യൂപ്ലിക്കേറ്റായി ഇവിടെ ഒരു വെള്ളച്ചാട്ടവും നിർമ്മിച്ചിട്ടുണ്ട്. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ താമസിച്ചിട്ടുള്ളതിന് സമാനമായ ഒരു മൺകുടിലും ഇവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. നമുക്ക് അത് കൂടിയൊന്ന് കണ്ടാലോ? ഇതാണ് തിരികല്ല്. തിരികല്ല് എന്ന് പറഞ്ഞാൽ അടിയിലും മുകളിലും 2 കല്ലാണുള്ളത്. ഇതിൻ്റെ ഉൾഭാഗം ലെവലാണ്. ഇതിൻ്റെ കൈപ്പിടിയിൽ പിടിച്ച് കറക്കിക്കൊണ്ട് സെൻട്രൽ ഹോളിൽ കൂടി ഇട്ട് കൊടുക്കുന്ന ഏത് ധാന്യവും നിമിഷ നേരം കൊണ്ട് പൊടിഞ്ഞു കിട്ടും. ഈ തിരികല്ല് ഇപ്പോൾ നിലവിലുള്ളത് കോവിലൂർ ഭാഗത്ത് മുതുവാൻ സമുദായത്തിൽപ്പെട്ടവരുടെ കുടികളിൽ ധാരാളമായിട്ടുണ്ട്. വേറൊരു സ്ഥലത്തും കാണുവാൻ സാധ്യത വളരെ കുറവാണ്. ഇത് ഈറ്റ കൊണ്ടോ തഴ കൊണ്ടോ നെയ്തെടുക്കുന്ന ഒരു പാത്രമാണ്. ചെല്ലം എന്നാണ് ഇതിന് പറയുക. ഇത് ഉരൽ ആണ്, മരം കൊണ്ടുണ്ടാക്കിയ ഉരൽ. ഇതും എല്ലാം കാലഹരണപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു, ഉരലും ഉലക്കയും. ഇത് മദ്ദളം, ഒറ്റത്തടിയിൽ തീർത്തെടുത്തതാണ് മദ്ദളം. വാതിലുകളും ജനലുകളും എല്ലാം ഈറ്റ കൊണ്ടോ ഇല്ലി കൊണ്ടോ ഉള്ള തൈതൽ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. തൈതൽ എന്ന് പറയുമ്പോൾ ഇല്ലി,
വെട്ടി ചതച്ച ശേഷം കീറിയെടുക്കുന്നതിനാണ് തൈതൽ എന്ന് പറയുക. ഇത് നമ്മുടെ മിക്സിയുടെ എല്ലാം മുതുമുത്തച്ഛൻ അരകല്ല്. ഇതിന് ഒരു 1000 വർഷത്തെ പഴക്കം പ്രതീക്ഷിക്കുന്നു. ഇത് ഈറ്റപ്പനമ്പ്. ഈറ്റകൾ ചെറുതായി കീറിയെടുത്ത ശേഷം അളികളായി വീണ്ടും പാകിച്ച് അതുകൊണ്ടാണ് ഇവ നെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇത് വളരെ അപൂർവമായി മാത്രമേ ഉപയോഗത്തിലുള്ളൂ. പണ്ടുകാലങ്ങളിൽ കുരുമുളക് ഉണങ്ങുന്നതിനും നെല്ലുണങ്ങുന്നതിനുമെല്ലാം ഈറ്റപ്പനമ്പാണ് ഉപയോഗിച്ചിരുന്നത്. ഇത് നമ്മുടെ അരിക്കിലാമ്പ് വിളക്ക്. ഇത് മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന മീൻകൂട. ഇതിൻ്റെ പുറകുവശം കിട്ടിയ ശേഷം വെള്ളത്തിലിറക്കി വയ്ക്കുന്നു. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന മീൻ ഈ വായിൽ കൂടി ഉള്ളിൽ കടക്കുകയും അവിടെ നിന്നും പുറത്തേക്ക് പോകാതിരിക്കുകയുമാണ് ചെയ്യുക. ഇത് മദ്ദളമാണ്. ഇത് ഒറ്റത്തടിയിൽ തീർത്തതുമാണ്. നമുക്ക് നമ്മുടെ കട്ടിലിൻ്റെ എല്ലാം മുതുമുത്തച്ഛനെ കാണണ്ടേ? ഇതാണ് നമ്മുടെ കട്ടിലിൻ്റെ എല്ലാം മുതുമുത്തച്ഛൻ. ഈറ്റ കൊണ്ടോ ഇല്ലി കൊണ്ടോ ചെറിയ അടികൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഇല്ലി തൈതൽ ഉണ്ടാക്കുകയോ ചെയ്ത ശേഷം അതിലാണ് പണ്ടുള്ള കാലത്ത് ആളുകൾ കിടന്നിരുന്നത്. ഇത് മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന മീൻകൂട. ഇത് പൂണി. ഇതും മീൻ പിടിക്കുവാനാണ് ഉപയോഗിച്ചിരുന്നത്. ഇത് നമ്മുടെ ജനലിൻ്റെയും വെന്റിലേഷൻ്റെയും എല്ലാം മുത്തച്ഛനാണ് കേട്ടോ. ആദ്യകാലങ്ങളിലെ കതകുകൾ ഇതേ രൂപത്തിലായിരുന്നു. ഇല്ലിയോ ഈറ്റയോ കൊണ്ട് മെടഞ്ഞവയായിരുന്നു ആദ്യകാലത്തെ കതകുകളും വാതിലുകളുമെല്ലാം. ഈ ഉപകരണത്തിൻ്റെ പേര് വട്ടി എന്നാണ്. ഇതിൽ ധാന്യങ്ങൾ സൂക്ഷിക്കുവാനായി ഉപയോഗിച്ചിരുന്നതാണ്.
ഇതാണ് മൺകുടിലിൻ്റെ ഒരു ഏകദേശ മാതൃക. ഇത്തരത്തിൽ മനോഹരമായ ഒരു കാഴ്ച ഒരുക്കി തന്ന ബെസ്റ്റ് സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി, കൂടുതൽ നേർക്കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ തൽക്കാലം വിട പറയുന്നു. ഗുഡ് ബൈ.